ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എംഫോട്ടിക്കിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു വെറൈറ്റി ഡ്രോണാണ്. നമ്മൾ ഡ്രോൺ എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കുക ആകാശത്തിൽ കൂടി പറക്കുന്ന ഡ്രോൺ ആണെന്നല്ലേ. പക്ഷെ ഇന്ന് നമ്മൾ റോട്ടിൽ കൂടെ പറക്കുന്ന ഡ്രോണാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതൊരു ബാക്ക് പാക്ക് എന്ന് വേണമെങ്കിൽ പറയാം ഇതിനെ. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് അറിയണ്ടേ? അപ്പോൾ നമ്മുടെ വർക്ക്ഷോപ്പിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾക്ക് ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ട സാധനങ്ങളൊക്കെ സ്പോൺസർ ചെയ്തത് CROSSWIND RC എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലാണ്. യൂട്യൂബ് ചാനൽ എന്ന് പറയുമ്പോൾ അരുൺ മച്ച നടത്തുന്ന ഒരു ചാനലാണ്. ഈ ചാനലിനെ കുറിച്ച് കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ ഇതൊരു നമ്മുടെ ഡ്രോണും എയറോപ്ലെയിനൊക്കെ ഉണ്ടാക്കാനായിട്ട് പഠിപ്പിക്കുന്നതും അതുപോലെ തന്നെ കുറേ അത് വെച്ചിട്ട് എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്യുന്ന ഒരു ചാനലാണ്. അപ്പോൾ നമ്മുടെ ആ ചാനലിലൊക്കെ, അതായത് നമ്മുടെ CROSSWIND RC എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ നമ്മൾ വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ഡ്രോണും പ്ലെയിനൊക്കെ എങ്ങനെ ഉണ്ടാക്കാമെന്ന് പഠിപ്പിച്ച് തരാം നമ്മുടെ അരുൺ മച്ചാൻ. അപ്പോൾ നമ്മുടെ CROSSWIND RC എന്ന് പറയുന്ന ചാനലിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ വർക്ക്ഷോപ്പിലേക്ക് വിടാലോ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് നമ്മുടെ വർക്ക് തുടങ്ങാം. അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ ഡ്രോൺ എന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ ബാക്ക് പാക്കിൻ്റെ ആ ഒരു ഫ്രെയിം നമ്മൾ സെറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ PVC പൈപ്പ് വെച്ചാണ് മൊത്തം ഇതിൻ്റെ കണക്ഷൻസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം 2 T ജോയിൻ്റ് എടുത്ത് കണക്ട് ചെയ്തു. അതിൻ്റെ 2 സൈഡിലായിട്ട് നമ്മൾ PVC പൈപ്പ് വെച്ചു. അതുമേ നമ്മൾ ഇനി 2 T കൂടി കണക്ട് ചെയ്യാണ്. ഇങ്ങനെ ഒരു പെയർ നമ്മളിപ്പോൾ ചെയ്തെടുത്തു. ഇതേ മോഡൽ തന്നെ 2 പെയർ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ രണ്ടാമത്തെ പെയർ നമ്മൾ ചെയ്തെടുത്തത് നമ്മൾ സെറ്റ് ചെയ്യാണ്. ഇനി ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഫ്രെയിം ഒന്ന് വെക്കുന്നതെന്ന് നോക്കാം. നമ്മൾ ജസ്റ്റ് വലിച്ചു വെച്ചിട്ട് അതിൻ്റെ ഇടയിൽ 2 PVC പൈപ്പ് കൂടി നമ്മൾ സെറ്റ് ചെയ്യാണ്. നമ്മൾ ഇതിനു മുമ്പ് ഒരു ഡ്രോൺ ചെയ്തായിരുന്നു. അന്ന് നമ്മൾ ഉണ്ടാക്കിയത് ഇതേ രീതിയിലുള്ളൊരു ഫ്രെയിം ആയിരുന്നു. അപ്പോൾ ആ ഒരു ഫ്രെയിം നമുക്ക് എടുത്താൽ മതിയായിരുന്നു. അപ്പോൾ അത് കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഒന്നുകൂടി ചെയ്തത്. ഓക്കെ, നമ്മുടെ ഫ്രെയിം നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ വെച്ച ആ ഒരു ടീയുടെ മുകളിൽ നമുക്ക് ചെറിയ കുറച്ച് PVC പൈപ്പ്, അതായത് 4 PVC പൈപ്പാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ എടുത്ത PVC പൈപ്പിൻ്റെ അളവെന്ന് പറയുമ്പോൾ 3/4 ഇഞ്ചിൻ്റെ PVC പൈപ്പാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അങ്ങനെ നമ്മൾ 4 സൈഡിലും ടീയുടെ മുകളിലായിട്ട് കുഞ്ഞി പീസ് സെറ്റ് ചെയ്തു. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾക്ക് ഒരു ടീ സെറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ 4 ടീയാണ് എടുത്തിരിക്കുന്നത് 4 സൈഡിലേക്ക് വേണ്ടിയിട്ട്. ഈ നമ്മൾ സെറ്റ് ചെയ്യുന്ന ആ ഒരു ക്യാപ്പ്, നമ്മളിപ്പോൾ പറഞ്ഞത് മാറിപ്പോയി, ടീ അല്ല ക്യാപ്പാണ്. അപ്പോൾ ആ ക്യാപ്പിൻ്റെ മുകളിലാണ് നമ്മൾ ഡ്രോൺ വെക്കുന്നത്, ഡ്രോണിൻ്റെ മോട്ടർ വെക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ബ്രഷ്ലെസ് മോട്ടർ 4 എടുത്തിട്ടുണ്ട്. അതിൽ വെക്കാനുള്ള ലീഫ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മോട്ടർ നമ്മുടെ ആ ഒരു എൻഡ് ക്യാപ്പിൽ, അതായത് നമ്മുടെ സ്റ്റോപ്പറിന് നമ്മൾ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ 4 മോട്ടറാണ് എടുത്തിരിക്കുന്നത് 4 സൈഡിലേക്ക് വേണ്ടിയിട്ട്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മളിത് എങ്ങനെ സെറ്റ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു സ്ക്രൂ നമ്മളിതിൽ ടൈറ്റ് ചെയ്യാൻ ഭാഗത്തിനാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നടുക്ക് എക്സ്ട്രാ ഒരു ഹോൾ ഇട്ട് വെക്കുന്നുണ്ട്, ആ ഷാഫ്റ്റ് ഒന്ന് കറങ്ങുമ്പോൾ തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇതിന് ശേഷം നമ്മൾ സ്ക്രൂ ഇടാനുള്ള 2 ഹോളും കൂടി ഇട്ടു. കണ്ടോ? അപ്പോൾ നമ്മുടെ ആ ഒരു ഷാഫ്റ്റ് നമ്മൾ നടുക്ക് തട്ടാതിരിക്കാൻ വേണ്ടിയാണ് നടുക്കത്തെ ഹോൾ ഇട്ടേ. പിന്നെ നമ്മൾ സൈഡിൽ 2 ഹോൾ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ സ്ക്രൂ ഇട്ട് ടൈറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഡ്രോൺ വാങ്ങുമ്പോൾ തന്നെ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു സ്ക്രൂ കൂടി നമ്മൾ പർച്ചേസ് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. ഇതിപ്പോൾ നമ്മുടെ അലൈൻ കീ വെച്ച് നമ്മൾ ടൈറ്റ് ചെയ്യുന്ന ആ ഒരു സ്ക്രൂ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ക്യാപ്പിൽ 4 നമ്മൾ സെറ്റ് ചെയ്തു. ഇനിയിപ്പോൾ നമ്മുടെ ഡ്രോണിൽ ഇത് വെച്ചിട്ട് നമുക്ക് ഗ്ലൂ ചെയ്ത് ഒട്ടിക്കണം. അപ്പോൾ ഞാൻ ആ ഗ്ലൂ ചെയ്യുന്ന സീൻ നിങ്ങൾക്ക് കാണിക്കുന്നില്ല, കാരണം നമ്മളത് എടുക്കാൻ മറന്നുപോയി. അപ്പോൾ നമ്മൾ ഗ്ലൂ ചെയ്യണം. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മുടെ ലീഫ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. സാധാരണ നമ്മൾ ലീഫ് സെറ്റ് ചെയ്യുന്ന പോലെയല്ല, നമ്മൾ ഓപ്പോസിറ്റ് ഡിറക്ഷനിലാണ് നമ്മുടെ ലീഫ് സെറ്റ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ 4 സൈഡിലും സെറ്റ് ചെയ്ത് കൊടുക്കുക. കാരണം സാധാ ഡ്രോൺ എന്ന് പറയുമ്പോൾ താഴേക്കാണ് കാറ്റടിക്കുന്നത്. ഇത് നമുക്ക് മുകളിലേക്ക് കാറ്റടിക്കാൻ പാകത്തിനാണ് നമ്മുടെ ലീഫൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ ഞാൻ ഈ ഒരു മോട്ടർ എങ്ങനെയാണ് വർക്ക് ചെയ്യിപ്പിക്കുന്നതെന്ന് എനിക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ഈ ഒരു മോട്ടറിന് 3 ലീഡുകളുണ്ടാവും. ഇനി ആ ലീഡിലേക്ക് കണക്ട് ചെയ്യാനുള്ള ESC ആണ്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കൺട്രോളിങ് സിസ്റ്റം എന്ന് വേണമെങ്കിൽ പറയാം. അതായത് കിട്ടുന്ന ചെറിയ സിഗ്നലിനെ വലിയ സിഗ്നലാക്കാനായിട്ടുള്ളതാണ്. ഇനി നമുക്ക് ലിപ്പോ ബാറ്ററി നമ്മൾ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സെർവോ മോട്ടറൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരു കൺട്രോളർ നമുക്ക് വേണം. അല്ലാതെ നമുക്ക് ഫ്ലൈറ്റ് കൺട്രോളർ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ആവശ്യമില്ല. അപ്പോൾ ആദ്യം നമ്മുടെ ESC എടുക്കുക. ESCയിൽ നമുക്ക് 3 പിന്നുകൾ ഇങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ അതിലേക്ക് നമ്മൾ ബനാന ക്ലിപ്പ് വെച്ചാണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ മോട്ടർ വാങ്ങിക്കുമ്പോൾ തന്നെ ഈ ഒരു ബനാന ക്ലിപ്പ് അറ്റാച്ച്ഡ് ആയിരിക്കും. അത് നമ്മൾ ESCയിൽ ഇങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ സെർവോ മോട്ടറിൻ്റെ ടെസ്റ്റർ അത് നമ്മൾ കണക്ട് ചെയ്യാണ്. അതിൽ കണ്ടോ ഒരു പ്ലസ് മൈനസ് എസ് എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ടാവും. അത് കറക്റ്റായിട്ട് നമ്മൾ ആ വയർ നോക്കി കണക്ട് ചെയ്ത് കൊടുക്കാം. അവസാനമായിട്ടാണ് നമ്മൾ ആ ബാറ്ററി ഒന്ന് കണക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ലിപ്പോ ബാറ്ററി നമ്മൾ ഇതിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ബാറ്ററി കണക്ട് ചെയ്യുമ്പോൾ ബ്ലാക്കിലും റെഡിലും കണക്ട് ചെയ്യുക. അതായത് പോസിറ്റീവിലും നെഗറ്റീവിലും അത് മാറി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ESC കത്തിപ്പോവും. അപ്പോൾ നമ്മൾ കൊടുക്കുമ്പോൾ തന്നെ നമുക്കൊരു ഇൻഡിക്കേഷൻ കിട്ടും. ഇനി നമുക്ക് ഇതുപോലെ കറക്കി കഴിയുമ്പോൾ നമ്മുടെ മോട്ടർ കറക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ സ്പീഡ് കൂട്ടുകയാണെങ്കിൽ സ്പീഡ് കൂടി കറങ്ങും, കുറയ്ക്കുകയാണെങ്കിൽ കുറഞ്ഞ് കറങ്ങും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കൺട്രോളർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മുടെ 4 ESC നമ്മൾ 4 മോട്ടറിലും കണക്ട് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ ഈ വർക്കിംഗ് ഫസ്റ്റ് ടൈം നിങ്ങൾക്ക് കാണിച്ചു തന്നത്
മൊത്തത്തിൽ ചെയ്യുമ്പോൾ കൺഫ്യൂഷൻ വരാതിരിക്കാനാണ്. അപ്പോൾ നമ്മൾ 4 സൈഡിലും ഓരോ ESC വെച്ച് കണക്ട് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ കണക്ട് ചെയ്ത പോലെ ESC ബനാന ക്ലിപ്പുള്ള ആ ഒരു ലീഡിലേക്ക് നമ്മൾ കണക്ട് ചെയ്ത് കൊടുത്തു. ഓക്കെ, ഇനിയിപ്പോൾ ESC എന്ന് വരുന്ന വയറുകളെല്ലാം നമുക്ക് ഒരുമിച്ച് വെക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ പവർ ഡിസ്ട്രിബ്യൂഷൻ ബോർഡ് എന്ന് പറയുന്ന ഒരു ബോർഡ് നമ്മൾ എടുത്തിരിക്കുകയാണ്. കാരണം നമ്മൾ ബാറ്ററിയിൽ നിന്ന് കൊടുക്കുന്ന സപ്ലൈ എല്ലാത്തിലേക്കും ഒരുമിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതിൽ പോസിറ്റീവ് നെഗറ്റീവ് എന്ന് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മളതിൽ മാറാതെ തന്നെ പോസിറ്റീവിൽ റെഡും നെഗറ്റീവിൽ ബ്ലാക്ക് നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ 4 മോട്ടറിൻ്റെ ആ ഒരു ESC എന്ന് വരുന്ന ലീഡുകൾ നമ്മൾ കണക്ട് ചെയ്ത് കൊടുത്തു. ഓക്കെ, അപ്പോൾ നമുക്ക് കാണാൻ പറ്റും നമ്മളിപ്പോൾ ESC എന്ന് വരുന്ന ആ ഒരു പവറിൻ്റെ വയറുകൾ മാത്രമാണ് കൊടുത്തത്. ഇനിയിപ്പോൾ സിഗ്നൽസിൻ്റെ വയറുകളുണ്ട്, അത് നമ്മൾ കണക്ട് ചെയ്യാൻ പോവാണ്. അതും നമുക്ക് ഒരുമിച്ച് കണക്ട് ചെയ്തിട്ട് വേണം നമ്മുടെ ആ ഒരു സെർവോ കൺട്രോളിലേക്ക് കൊടുക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു സെർവോ കൺട്രോളറിൽ നിന്ന് നമ്മൾ വയർ എടുത്തിട്ട് കണ്ടോ 4 ലീഡുകൾ നമ്മൾ എക്സ്ട്രാ സോൾഡർ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ പാരലായിട്ടാണ് സോൾഡർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ക്ലിപ്പുകളെല്ലാം ഇതിലേക്ക് നേരത്തെ നമ്മൾ കണക്ട് ചെയ്ത പോലെ എല്ലാം കണക്ട് ചെയ്ത് കൊടുക്കാം. കാരണം നമുക്ക് ആ ഒറ്റ സെർവോ കൺട്രോളിൽ തന്നെ 4 മോട്ടർ നമുക്ക് കൺട്രോൾ ചെയ്യാനുള്ളതാണ്. അങ്ങനെ നമ്മൾ 4 ലീഡുകളും ഇതിലേക്ക് കണക്ട് ചെയ്ത് വെച്ചു. കണ്ടോ, അപ്പോൾ നമ്മുടെ സെർവോ കൺട്രോളർ ഇനി തിരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോട്ടർ കറങ്ങും. അതിന് മുമ്പായിട്ട് നമുക്ക് ഏറ്റവും അവസാനമായിട്ട് ചെയ്യാനുള്ളതാണ് നമ്മുടെ സപ്ലൈ കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ 2 ബാറ്ററിയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ കണക്ടർ വെച്ച് ഒരുമിച്ചാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബാറ്ററി നമ്മളിവിടെ പ്ലേസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇനിയിപ്പോൾ ഇത് നമ്മൾ ഇളകി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇൻസുലേഷൻ ടേപ്പ് വെച്ച് ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ബാറ്ററി വെച്ചപ്പോൾ തന്നെ അതിൻ്റെ അടിയിൽ 2 ഡബിൾ സൈഡ് ടേപ്പിൻ്റെ പീസ് വെച്ചായിരുന്നു ഇളകി പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നാലും നമ്മളൊരു സേഫ്റ്റിക്ക് ഒന്നുകൂടെ ഒന്ന് ടൈറ്റ് ചെയ്ത് വെക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ബാറ്ററി അധികം ടൈറ്റ് ആക്കേണ്ട, നമുക്ക് ഇടയ്ക്ക് ചാർജ് ചെയ്യേണ്ടി വരും. ഇനിയിപ്പോൾ നമ്മുടെ ബാറ്ററിയുടെ ക്ലിപ്പ് ഇതിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സർക്യൂട്ട് ക്ലോസ് ആവും. കണ്ടോ, അപ്പോൾ മോട്ടറിൽ നിന്ന് ഇൻഡിക്കേഷനൊക്കെ വന്നു. ഇനി നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മുടെ മോട്ടറൊക്കെ നല്ല അടിപൊളിയായിട്ട് കറങ്ങുന്നുണ്ട്. നല്ല പവറിൽ നല്ല അടിപൊളി കാറ്റാണ് മുകളിലേക്ക് വരുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ആ ഒരു പാക്കിന്റെ വർക്കൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതിന്റെ ഒരു പവർ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇത് ജസ്റ്റ് ഈ മരത്തിലേക്ക് ഒന്ന് നോക്കിക്കോട്ടെ. ഞാൻ ഓണാക്കാൻ പോവാണേ. അപ്പോൾ പവർ ഉണ്ട്, അതിന്റെ മരമൊക്കെ ശരിക്കും കിടന്ന് ആടുന്ന അടിപൊളി. അപ്പൊ ഇനി നമ്മളെ ടെസ്റ്റിംഗ് തുടങ്ങാൻ പോവാണ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് റോഡ് ടെസ്റ്റ് നടത്താൻ പോവാണ്. അപ്പോൾ നമ്മളൊരു സ്കേറ്റിംഗ് ബോർഡ് ഇവിടെ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് കയറുന്നിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. എന്താണ് അവസ്ഥ എന്നൊന്നും അറിയില്ല, ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ പോകുന്നത്. സ്കേറ്റ് ബോർഡിലൊക്കെ നിൽക്കുന്നുണ്ട്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് നമ്മൾ. വീഡിയോ നമ്മുടെ ഇത്രയേ ഉള്ളൂ. ഇനി ഞാൻ നമ്മുടെ ഈ ഒരു ബാക്ക് പാക്കിനെ കുറിച്ച് കുറച്ച് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ഈ വെച്ചിരിക്കുന്ന ഒരു മോട്ടർ ഏകദേശം ഒരു 700 ഗ്രാം ത്രസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അതായത് ഒരു 700 ഗ്രാം ഫോഴ്സ് നമ്മുടെ ബാക്കിൽ നിന്ന് പുൾ ചെയ്യും. അങ്ങനെ ഒരു മോട്ടർ വെച്ചിട്ട് അങ്ങനെ 4 മോട്ടറാണ് ഉള്ളത്. അപ്പോൾ 4 × 7 എത്രയാണ്? 4 × 7 28.
28ആണോ? ഓക്കെ. അപ്പോൾ ഒരു 2 കിലോ 800 ഗ്രാം അത്രയും വെയിറ്റ് നമ്മുടെ ബാക്കിൽ ഇത് പുഷിങ് വരും. പിന്നെ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു ഡ്രോൺ നമുക്ക് ഏകദേശം 2 ബാറ്ററിയാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. ഇത് വെച്ചിട്ട് ഏകദേശം ഒരു 20 മിനിറ്റോളം നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഓടിക്കാൻ പറ്റും. അതുപോലെ തന്നെ വേറൊരു എക്സ്പീരിയൻസ് ആണ് നമുക്ക്. ശരിക്കും നമ്മളിങ്ങനെ നമ്മുടെ സ്കേറ്റ് ബോർഡിലൊക്കെ പോകുന്നതിനേക്കാളും കൂടുതലായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സ്പീരിയൻസ് ആണ് ഇതിന് കിട്ടുന്നത്. പിന്നെ സാധാ ഡ്രോണിൽ നിന്ന് നമ്മുടെ ഈ ഒരു ബാക്ക് പാക്കിനുള്ള വ്യത്യാസം എന്ന് പറയുമ്പോൾ സാധാ ഡ്രോണിൽ നമ്മൾ ലീഫ് വയ്ക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് നമ്മൾ ഈ ലീഫ് സെറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം ഡ്രോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിയിലേക്ക് എയർ പോയിട്ടാണ് പോകുന്നത്. പക്ഷേ നമ്മൾ ലീഫ് തിരിച്ച് വെച്ചേക്കുന്നത് ബാക്കിലേക്ക് നമ്മൾ കാറ്റടിക്കാൻ പാകത്തിനാണ് നമ്മളിപ്പോൾ ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് ജസ്റ്റ് ഒരു മോട്ടറിൻ്റെ 2 വയറുകൾ ചേഞ്ച് ചെയ്യേണ്ട കാര്യം നമുക്കുള്ളൂ. പിന്നെ ലീഫും ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം ഫ്രണ്ട്സ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും അതായത് കുട്ടികൾ കൂടുതലായിട്ട് ഇത് ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ എന്തായാലും സേഫ്റ്റി കാര്യങ്ങൾ നോക്കുക. ഈ ബ്ലേഡൊക്കെ ഹൈ RPM കറങ്ങുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ സേഫ്റ്റി നമ്മൾ നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. റോട്ടിൽ കൂടെ ഓടിക്കുകയാണെങ്കിൽ ഹെൽമെറ്റ് യൂസ് ചെയ്യുക. വണ്ടികളൊക്കെ വരുന്ന റോഡൊക്കെ ആണെങ്കിൽ അപകടങ്ങൾ ഉണ്ടാവും. അങ്ങനത്തെ സേഫ്റ്റിയൊക്കെ നോക്കിയിട്ട് മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ ഒരു പ്രൊജക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിലും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. പിന്നെ നമുക്ക് വേണ്ടി സാധനങ്ങളൊക്കെ തന്നെ നമ്മുടെ അരുൺ മച്ചാൻ്റെ CROSSWIND RC എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലെ അതായത് എയ്റോപ്ലെയിനെ കുറിച്ചും ഡ്രോണിനെ കുറിച്ചൊക്കെ മേക്കിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് പഠിപ്പിച്ചിരുന്നൊരു ചാനലാണ്. ആ ഒരു ചാനലിലെ ലിങ്ക് വീഡിയോ എടുത്ത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നല്ല വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയിൽ ക്യാമറമാൻ പ്രവീണോടൊപ്പം ഇറ്റ്സ് മീ ജിയോ ജോസഫ് സൈനിങ് out.